ഇലക്ഷൻ ജൂലൈ 15 ചൊവ്വാഴ്ച നടത്തുമെന്ന് പ്രധാന അധ്യാപിക സിസ്റ്റർ ശോഭിത AC അറിയിച്ചു. 7ാം ക്ലാസ്സിൽ നിന്നുള്ള 10 വിദ്യാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഈ കടുത്ത പോരാട്ടത്തിൽ 1 മുതൽ 7 വരെ ക്ലാസുകളിലുള്ള കുട്ടികൾ വോട്ട് ചെയ്യും. തികച്ചും ജനാധിപത്യപരമായി നടക്കുന്ന ഇലക്ഷൻ ഈ വർഷം ബാലറ്റ് സമ്പ്രദായം നടപ്പാക്കും. കൂടുതൽ വിവരങ്ങളുമായി നമ്മുടെ പ്രതിനിധി അദ്വിക് നായർ മത്സരാർത്ഥികൾക്കിടയിൽ നിന്ന് ചേരുന്നു. അദ്വിക്, പറയൂ, എന്തൊക്കെയാണ് ഇലക്ഷൻ വിശേഷങ്ങൾ? സ്ഥാനാർത്ഥികളെ നേരിൽ കണ്ടോ? ഇലക്ഷന്റെ വാശിയും വീറും അവരിൽ കാണാൻ സാധിക്കുന്നുണ്ടോ? താങ്കളുടെ ക്ലാസ്സിൽ നിന്ന് 4 സ്ഥാനാർത്ഥികളാണുള്ളത്. ജയപ്രതീക്ഷയുണ്ടോ? മറ്റു 3 കുട്ടികളുണ്ട്, എന്നാലും ജയിക്കുന്ന പ്രതീക്ഷയുണ്ട്. എന്താണ് താങ്കളുടെ ചിഹ്നം? എന്താണ് വോട്ടർമാരോട് പറയാനുള്ളത്? എന്റെ ചിഹ്നം ബുക്കാണ്. എല്ലാവരും ബുക്കിന് വോട്ട് ചെയ്യണം. മായ ഏരിയയിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയാണ്. മായയ്ക്ക് വോട്ടേഴ്സിനോട് എന്താണ് പറയാനുള്ളത്? ನಾನು ಎಲ್ಲರಿಗೂ ಶಾಲೆಯ ನಿಯಮಗಳನ್ನು ಪಾಲಿಸುವಂತೆ ಮಾಡುತ್ತೇನೆ. താങ്കൾ ജയിച്ചാൽ സ്കൂളിന് വേണ്ടി എന്തെല്ലാം ചെയ്യും? ഞാൻ ഈ സ്കൂള് വളരെ അച്ചടക്കത്തിൽ സൂക്ഷിക്കും. ഈ സ്കൂളിന്റെ പരിസരമൊക്കെ ഞാൻ വൃത്തിയോടെ സൂക്ഷിക്കും. കൂടാതെ സ്കൂളിലേക്ക് വരുന്ന എല്ലാ മേളകളിലും സജീവമായി പങ്കെടുത്ത് നേട്ടങ്ങൾ നേടിക്കൊള്ളും. 10 സ്ഥാനാർത്ഥികളിൽ ഒരേ ആൺകുട്ടിയാണ് നെഹിൻ. നെഹിൻ ജയിച്ചാൽ ഈ സ്കൂളിന് വേണ്ടി എന്ത് കാര്യമാണ് ചെയ്യുക? എന്റെ ചിഹ്നം എനിക്ക് വോട്ടാണ്. ഞാൻ ജയിച്ചാൽ ഈ സ്കൂളിന്റെ എല്ലാവിധ വികസനത്തിനും ഞാൻ കൂട്ടുനിൽക്കും. നന്ദി നെഹിൻ. അല്ല, വോട്ടർമാരിൽ നിന്നുള്ള പ്രതികരണം എങ്ങനെയാണ്? എല്ലാവരും എനിക്ക് വോട്ട് ചെയ്യുമെന്ന് തന്നെയാണ് പറയുന്നത്. ഞാൻ വിജയിക്കുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. താങ്ക് യു ഫെല്ല. ഏകദേശം എത്ര വോട്ട് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? 100ന്റെ അടുത്ത് അധികം വോട്ട് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നന്ദി സര. വൈഗ ജയിക്കുമോ? നന്ദി വൈഗ. കടുത്ത മത്സരമാണ്. കടുത്തതാണ്. താങ്ക് യു വേദ. മത്സരാർത്ഥിയായ അനുഭവം എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട്. ഈ സ്കൂളിന് വേണ്ടി പ്രവർത്തിക്കാനാണ് എന്റെ ആഗ്രഹം. താങ്ക് യു ആരാധ്യ. തെരഞ്ഞെടുപ്പ് ചൂടിൽ മെഡോണ എത്തിയിരിക്കുന്നു എന്നാണ് അദ്വിക് റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് വോട്ടർമാരോട് ചോദിക്കാം. 7ാം ക്ലാസ്സുകാരുടെ അവസാന ഇലക്ഷനാണ്. അവരുടെ സഹപാഠികളാണ് മത്സര രംഗത്തുള്ളത്. 7ാം ക്ലാസ്സിൽ നിന്നുള്ള തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി നമ്മുടെ റിപ്പോർട്ടർ ആൻ മെരി ചേരുന്നു. ആൻ മെരി, പറയൂ, ഏത് ക്ലാസ്സിലാണ്? ഞാൻ 7C ക്ലാസ്സിലാണ്. നമുക്ക് ഇവിടുത്തെ വോട്ടർമാരുടെ പ്രതികരണം കേൾക്കാം. ആരായിരിക്കാം ചെയ്യുന്നത്? ആരായിരിക്കാം വേദ, എന്തായാലും കടുത്ത പോരാട്ടമാണ്. നമുക്ക് നോക്കാം ആരാണ് ജയിക്കുന്നത്. താങ്ക് യു ആൻമരി. വിദ്യാർത്ഥികൾക്ക് വേണ്ടി വിദ്യാർത്ഥികൾക്ക് ഇടയിൽ നിന്ന് വിദ്യാർത്ഥികളുടെ നേതാവിനെ വിദ്യാർത്ഥികൾ തന്നെ തിരഞ്ഞെടുക്കുന്ന ഏറ്റവും വലിയ ജനാധിപത്യ മാമാങ്കം അരങ്ങേറാൻ ഇനി ഏതാനും ദിവസങ്ങൾ കൂടി മാത്രം. മെഡോണയുടെ സ്കൂൾ ലീഡറിനെ, പാർലമെന്റ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുവാനുള്ള അവസരം പ്രയോജനപ്പെടുത്താൻ എല്ലാ കുട്ടികൾക്കും സാധിക്കട്ടെ. ജനാധിപത്യം വിജയിക്കട്ടെ. ശുഭദിനം.